ഓണത്തിന് ഒരു ഉരുളി പായസവും ബോളിയും മധുര ബോളിയും റെഡി. സ്വീറ്റ് ബോളി ആൻഡ് ഓണപ്പായസം. മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണല്ലോ ഓണം. ജാതിമത ഭേദമന്യേ എല്ലാവരും സന്തോഷത്തോടെ വളരെ ആർഭാടമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവം. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഗവൺമെൻറ് അവധിയും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓണക്കാലത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ വന്നാൽ എപ്പോഴും നമ്മൾ സൽക്കരിക്കുന്നത് പായസത്തോടു കൂടിയാണ്. പായസം ഇല്ലാത്തൊരു സൽക്കാരമില്ല. ഞങ്ങളുടെ കുടുംബയോഗ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെയും ഓണത്തിന് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു 2 പേര് ഗസ്റ്റ് വരുന്നെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഓണക്കാലമല്ലേ, അതുകൊണ്ട് ഒരു പായസം തട്ടിക്കൂട്ടിയേക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ അന്വേഷിച്ച് ഞങ്ങളുടെ അടുത്തൊരു പായസക്കടയുണ്ട്, നല്ല പായസക്കട. അവിടെ സാധാരണ ബോളി കിട്ടാറുണ്ട്, ബോളിയും നല്ല പായസവും. ചോദിച്ചപ്പോൾ പായസം തീർന്നു പോയി, ബോളി മാത്രം കിട്ടി. അപ്പോൾ ആ പായസം കൂടാതെ ഒരു ഡിന്നർ കൊടുക്കുന്നതിനോടൊരു താല്പര്യം തോന്നിയില്ല. ഉടനെ ഞാനൊരു പായസം അങ്ങ് തട്ടിക്കൂട്ടിക്കാൻ സൂപ്പറായിരുന്നു. അത് ബോളി അവർ ഇതുവരെയും കഴിച്ചിട്ടില്ല. പാൽപ്പായസം വിത്ത് ബോളി എന്നുള്ള കോമ്പിനേഷൻ തന്നെ അറിയാത്ത മേലാത്ത 2 പേരായിരുന്നു. ആ ദമ്പതികൾക്ക് ഞാൻ പറഞ്ഞെന്നാൽ ഞാനൊരു പായസം തട്ടിക്കൂട്ടിയേക്കാം, പോരെ ബോളിയും കൂട്ടി നമുക്ക് ഡിന്നറാകാം. അങ്ങനെ തട്ടിക്കൂട്ടിയപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ ഇന്നിനി തിരുവോണത്തിനേക്കുള്ള ഒരു പായസം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാലോ. ഇപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന വസ്തുക്കൾ, ഞാനിങ്ങനത്തെ കുറേ വസ്തുക്കളൊക്കെ എപ്പോഴും ശേഖരിച്ച് വെച്ചിരിക്കും, മാത്രം വെച്ചുകൊണ്ട് ചെയ്യാം. എനിക്ക് പാല് നിന്നും എപ്പോഴും പാട വെട്ടി ഞാൻ ധാരാളം നെയ്യ് ഉരുക്കി വെച്ചിരിക്കും. അപ്പം നെയ്യിന് ഒരു ക്ഷാമവുമില്ല. നെയ്യിൽ വറുത്ത ചില വസ്തുക്കളാണ് ഈ പായസത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകും, പാലട നെയ്യിൽ വറുത്തതാണ്, ചൗവരി പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്നു, ഇത് അവലാണ്, അത് നെയ്യിൽ വറുത്തതാണ്, ഇത് സ്വല്പം പച്ചരി നുറുക്കരി, ഇത്രയും സാധനങ്ങൾ ചേർത്താണ് പായസം ഉണ്ടാക്കാനായിട്ട്. ഇതാണ് പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് പാലട പായസമെന്നോ ചൗവരി പായസമെന്നോ അവൽ പായസമെന്നോ അരിപ്പായസമെന്നോ ഇതിന് ഏതും പേരിടാം. ഏതാണ്ട് ഒരേ അളവിലാണ് ഞാൻ ഇന്നലെ എടുത്തത്. അപ്പോൾ അത് ഉഗ്രനായിരുന്നു. പക്ഷേ ഇന്നലെ തേങ്ങാപ്പാലിലല്ല, അത് പാലട ആയത് പാൽപ്പായസത്തിലായിരുന്നു. അന്ന് ബോളിക്ക് സാധാരണ പാൽപ്പായസമല്ലേ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ പായസത്തിനും ബോളിയുണ്ട്, പക്ഷേ ശർക്കര പായസം ആയേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വീട്ടിലും മറ്റ് സഹായിക്കാനും വരുന്ന എല്ലാ സഹായികളും ഇന്നത്തോടുകൂടി പിരിയും. നാളെ അവർക്ക് ഓണമല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഓണപ്പായസം കൊടുക്കേണ്ടതുകൊണ്ട് ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇനി ഇത് വേണ്ട അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ. ഒരു 1.5 തേങ്ങയുടെ 1/4 പാലും 2/2 പാലും 1 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. കാരണം എത്ര വേണമെന്നാലും അത് ചേർക്കും. നല്ല കുറുകിയ ശർക്കരപ്പാനി, പിന്നീട് നെയ്യിൽ വറുത്ത നട്ട്സും കിസ്മിസും. ശർക്കരയ്ക്ക് ആകുമ്പോഴേ നട്ട്സും കിസ്മിസും എല്ലാം ഇടണ്ട, എല്ലാത്തിനും ഇടണമല്ലോ. പിന്നെ ഏലക്ക, ചുക്ക്, ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നു ഈ ടിന്നിനകത്ത്. എല്ലാം പായസം റെഡിയായി കഴിയുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് 2 കളർ ടൂട്ടി ഫ്രൂട്ടി, 2 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. അത് സുലഭ കടയിൽ ധാരാളമായിട്ട് എപ്പോഴും ലഭിക്കും, അത് എല്ലായിടത്തും കിട്ടത്തില്ല. പിന്നെ പഴന്നുറുക്ക് അരിഞ്ഞിടുക എന്നുള്ളത് തൃശ്ശൂർക്കാരുടെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ശർക്കര പായസത്തിനെ പഴന്നുറുക്ക് ഇട്ടാൽ കൊള്ളുള്ളൂ, അതുകൊണ്ടാണ് ശർക്കര പായസം ഉണ്ടാക്കുന്നത്. പിന്നെ ബോളി ഇരിക്കുന്നുണ്ട്, ബോളിയും ചേർത്ത് കഴിക്കാം. അരി, ചൗവരി, അവലല്ലാത്ത ബാക്കിയെല്ലാം 3/4 പാലിൽ, തേങ്ങയുടെ 3/4 പാലിൽ നല്ല മയത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്നു. പിന്നീട് ഉരുളി അടുപ്പിൽ വെച്ച് സ്വല്പം നെയ്യ് ഒഴിച്ചു. ഈ നെയ്യ് ചൂടായി കഴിയുമ്പോൾ ശർക്കരപ്പാനി അതിലോട്ട് ഒഴിച്ച് പായസം ഉണ്ടാക്കാൻ ആരംഭിക്കാം. 4 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു. ശർക്കരപ്പാനി ചൂടായി വരുന്നതനുസരിച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി, ചൗവരി, പാലട അതിനകത്തേക്ക് ചേർക്കാം. ഇൻഫ്രാറെഡ് ഇൻഡക്ഷൻ കുക്കറിൽ ഉരുളി വെച്ചു, നെയ്യ് ഒഴിച്ചു, ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു.
പിന്നീട് ശർക്കരപ്പാനി, നല്ല കുറുകിയ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം വെന്ത് വെച്ചിരുന്ന അരി ചവ്വരി പാലട അതിലേക്ക് ഇട്ടു. പിന്നീട് രണ്ടാം പാലും 1 കപ്പ് ഒഴിച്ചു. അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുഴുവൻ നേരവും നന്നായി ഇളക്കണം, അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി സ്വല്പം ഒന്ന് വറ്റിക്കഴിയുമ്പം ബാക്കിയിരിക്കുന്ന രണ്ടാം പാലും കൂടെ ചേർക്കുന്ന സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർക്കാം. അവലിനധികം വേവില്ലാത്തതുകൊണ്ട് ഏതാണ്ട് ഇറക്കാറാകുമ്പോൾ മാത്രം ചേർത്താൽ മതി. ഇറക്കാറാകുമ്പോൾ പിന്നീട് തനിപ്പാൽ ചേർത്ത് നമുക്ക് ടോപ്പിങ്സ് എല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്യാം. വെന്തുകൊണ്ടിരിക്കുന്ന കൂട്ടിലോട്ട് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ കൂടെ ചേർത്ത് ഇളക്കണം. പായസത്തിന് ഇപ്പോൾ നല്ല കുറുകലുണ്ട്. എല്ലാം നന്നായിട്ട് ശർക്കരപ്പാനിയിൽ വെന്ത്, അവലിനധികം വേവില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. അതുകൊണ്ടാണ് അത് അവസാനമായിട്ട് ഇടുന്നത്. ഇനി തനിപ്പാലൊഴിച്ച് സ്വല്പം നെയ്യൂടെ ചേർത്ത്, ഇത് ശർക്കര പായസമാണെങ്കിൽ പോലും 1 സ്പൂൺ പഞ്ചസാര കൂടെ ഇതിനകത്ത് ചേർക്കണം. വെന്ത് കുറുകിയ ഈ പായസത്തിനകത്തോട്ട് ഇനി പായസത്തിലോട്ട് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്: 1 സ്പൂൺ ചുക്ക് ജീരകം ഏലക്ക പൊടിച്ചത്, 1 കൊച്ചു സ്പൂൺ ഉപ്പ്, പിന്നീട് 1 സ്പൂൺ പഞ്ചസാര, നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ആൻഡ് കിസ്മിസ്, 1 കപ്പ് തനിപ്പാൽ. തനിപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല. ഒന്നാം പാൽ ചേർത്താൽ തിളയ്ക്കാതെ ഇറക്കി വെക്കണം. ഇറക്കി വെച്ച് സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ചേർക്കേണ്ടതാണ് പൂവമ്പഴം നുറുക്കും ടൂട്ടി ഫ്രൂട്ടി 2 കളറിലുള്ളതും. ഇത് നേരത്തെ പായസത്തിൽ ചേർത്ത് വയ്ക്കാതെ വിളമ്പാൻ നേരത്ത് ചേർക്കുന്നതാണ് രുചികരവും അഭികാമ്യവും. തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് 1 സ്പൂൺ ചുക്ക് ജീരകം ഏലക്ക പൊടിച്ചത് ഇടുന്നു. അതിനുശേഷം ഇതിൻ്റെ മധുരം ഒന്ന് ക്രമീകരിക്കാനായിട്ട് സ്വല്പം ഉപ്പ്. ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ എന്തായാലും ശർക്കരയുടെ ഒരു കുത്തൽ പോലത്തെ രുചി വരാതിരിക്കാൻ വേണ്ടി സ്വല്പം പഞ്ചസാര ഇടുന്നത് നല്ലതാണ്. ഇത്രയും ആയി കഴിയുമ്പോൾ പായസത്തിൻ്റെ കൂട്ടെല്ലാം തീർന്നു. പിന്നീട് നമുക്ക് തനിപ്പാൽ ചേർക്കാം. തനിപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ ടോപ്പിങ്സ് ആണ് ചേർക്കേണ്ടത്. നെയ്യിൽ വറുത്ത നട്ട്സും കിസ്മിസും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രമേ പഴനുറുക്കും ടൂട്ടി ഫ്രൂട്ടിയും ചേർക്കാറുള്ളൂ. അങ്ങനെ പായസം റെഡിയായി. ചൂടോടെ ഇറക്കാനായിട്ട് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് ഇളക്കി പായസം ഇറക്കിക്കഴിഞ്ഞു. പായസത്തിന് പഴനുറുക്കും 2 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയും വെച്ച് 1 ഉരുളി പായസം ഓണത്തിന് റെഡി. ബോളിയും റെഡി, കൂട്ടിയടിക്കാം. ഓണത്തിന് 1 ഉരുളി പായസം.